അഞ്ചാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. നമ്മൾ ഇത് നോക്കി 3 എന്നുള്ള ചാപ്റ്റർ നോക്കി, അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിൻ്റെ ആക്ടിവിറ്റി ഒക്കെ നോക്കി അല്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് പേജ് നമ്പർ 67 ആണ്. അതിനകത്ത് നിങ്ങൾക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനുശേഷമാണ് റെബേക്ക ദി ചേഞ്ച് മേക്കർ എന്നുള്ള ചാപ്റ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിലേക്ക് പോകാം. അപ്പോൾ നോക്കിയേ മക്കളെ, നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് ഇഫ് വി ഹാം നേച്ചർ ഇറ്റ് വിൽ ഷോ അസ് ഇറ്റ്സ് സ്കേറി ഫേസ്. എന്താണ്? നേച്ചർ ബ്യൂട്ടിഫുൾ ആണ് അല്ലേ, സംശയമില്ല. പക്ഷേ നമ്മൾ നേച്ചറിനെ നമ്മളങ്ങോട്ട് ഉപദ്രവിച്ചാൽ അല്ലെ അതിനെന്തെങ്കിലും നമ്മൾ ദോഷമായിട്ട് ചെയ്താൽ അതതിൻ്റെ ശരിക്കുള്ള ഒരു രൂപം നമ്മളെ കാണിക്കും. എന്താണ്? വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള എന്താണ്? നമ്മളുടെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ നേച്ചറിനെ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ദോഷം ചെയ്താൽ അത് നമ്മളോട് തിരിച്ച് അതിൻ്റെ ശരിക്കുള്ള രൂപം കാണിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തൊക്കെ ദോഷങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോഴാണല്ലോ നമ്മളോട് തിരിച്ചത് പ്രതികാരം ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ദോഷപ്രവർത്തികൾ എന്തൊക്കെയാണ്? ഡീഫോറസ്റ്റേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മരങ്ങൾ വെട്ടുന്നുണ്ട് അല്ലേ, കട്ടിങ് ഡൗൺ ട്രീസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡീഫോറസ്റ്റേഷൻ. പൊല്യൂഷൻ, നമ്മൾ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്? മലിനീകരണം, അന്തരീക്ഷം പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. നമ്മൾ മണ്ണ് നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നു, വാട്ടർ നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നു അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേസ്റ്റ് ജനറേഷൻ. ഈ പൊല്യൂഷനകത്ത് വരുന്നത് തന്നെയാണ്, ഒരുപാട് വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നു. എന്താണ്? അത് എൻവയോൺമെൻറ്റിനെ ദോഷമുണ്ടാക്കുന്നതാണ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് തട്ടുന്നതും എന്താണ്? എൻവയോൺമെൻറ്റിന് ദോഷമുണ്ടാക്കുന്നതാണ്. പിന്നെ കെമിക്കൽ, നമ്മൾ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ആ കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ നമ്മൾ ഈ ഫാക്ടറികളിലൊക്കെ ഉപയോഗിക്കുന്ന കുറേ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ, സാധനങ്ങളൊക്കെ നദികളിലൂടെയൊക്കെ ഒഴുക്കി വിടുന്നു. മീനൊക്കെ ഒരുപാട് സ്ഥലത്ത് ചത്തു പൊങ്ങുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ജലമൊക്കെ മലിനമാകുന്നു. പിന്നെ മൈനിങ്, നമ്മൾ എന്ത് ചെയ്യുന്നു? ഖനനം നടത്തുന്നുണ്ട് അല്ലേ. ഒരുപാട് ആഴത്തിൽ ഭൂമി നമ്മൾ കുഴിച്ച് അതിലുള്ള വിലപ്പെട്ടതൊക്കെ നമുക്ക് വേണ്ടുന്നത് നമ്മൾ കുഴിച്ചെടുക്കുന്നു. ഇതൊക്കെ ഭൂമിക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തിരിച്ച് ഭൂചലനത്തിൻ്റെ രൂപത്തിലും അങ്ങനെ പല രൂപത്തിലും, ആസിഡ് മഴയുടെ രൂപത്തിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദോഷം ഉണ്ടാകുന്നുണ്ട്. വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഭൂമിയിൽ നമ്മൾ ചെയ്താൽ എന്ത് കോൺസിക്വൻസസ് ആയിരിക്കും ഉണ്ടാകുക? ഫലമാണ് ഉണ്ടാകുക? നമ്മൾ ഇങ്ങനെ എന്തുകൊണ്ടിടുന്നു? പൊല്യൂഷൻ ചെയ്യുന്നു, വേസ്റ്റ് കൊണ്ടിടുന്നു, അല്ലെങ്കിൽ നമ്മൾ കുഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതുകൊണ്ട് ഭൂമിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ലോസ് ഓഫ് സ്പീഷീസ്, ഒരുപാട് ജീവികളുള്ളതാണ് നമ്മുടെ ഭൂമി അല്ലേ. അതിൽ കുറേ ജീവികളെ നമുക്ക് നഷ്ടപ്പെടും. എന്താ? ഡീഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ നഷ്ടപ്പെടും. പിന്നെന്താണ്? പൊല്യൂഷൻ. അതിൻ്റെ ഒരു മെയിൻ കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച്. മക്കളെ, നിങ്ങൾക്കറിയാമോ, നമ്മുടെ നാട്ടിൽ മഴ പെയ്യാനൊരു കാലം ഉണ്ടായിരുന്നു, വെയിലിനൊരു കാലമുണ്ടായിരുന്നു, മഞ്ഞിനൊരു കാലമുണ്ടായിരുന്നു, അതുപോലെ ഇല പൊഴിക്കാനൊരു കാലം, എല്ലാത്തിനും കാലമുണ്ട്. ആ സമയത്തേ അതുണ്ടാവും. ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ക്ലൈമറ്റ് തന്നെ മാറിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ മഴ വരുന്നതൊക്കെ നമ്മൾ പറയുന്നു, വിചാരിക്കാത്ത സമയത്തൊക്കെ മഴ പെയ്യും, കണ്ടില്ലേ. അതുപോലെ തന്നെ മഴ ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള രീതിയിൽ. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? വേറൊരു ദോഷം എന്താണ്? നമ്മുടെ കൃഷിയെ ബാധിക്കും. പണ്ടൊക്കെ കൃഷി ഇറക്കുന്ന കാലമുണ്ട്. മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യാതെ വേനൽക്കാലത്തായിരിക്കും കൃഷി ചെയ്യുക. അപ്പോൾ വേനൽക്കാലത്ത് ഭയങ്കരമായ മഴയുണ്ടായാൽ എന്ത് ചെയ്യും? ഈ കൃഷിയൊക്കെ നശിക്കും. ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഭാഗമാണ്. ഇനി നമ്മുടെ എക്കോ സിസ്റ്റം തന്നെ ഡാമേജ് ആകും. നമുക്ക് ചുറ്റും ഒരു എക്കോ സിസ്റ്റം ഉണ്ടല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മാത്രമാണോ ജീവിക്കുന്നത്? അല്ല, മറ്റ് ജീവികളുമുണ്ട്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ ബന്ധത്തിൽ തന്നെ എന്തുണ്ടാകും? വിള്ളലുണ്ടാകും. ഏതെങ്കിലും ഒരു ജീവി, ഇപ്പോൾ ചിന്തിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു ജീവി, നമ്മളുടെ ഈ പുല്ല്, അതിനെ ഒരു ജീവി തിന്നുന്നു, അതിനെ വേറൊരു ജീവി തിന്നുന്നു, അങ്ങനെയാണ് വരുന്നത്. ഇതിലിടയ്ക്കുള്ള ഒരു ജീവി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ഇപ്പം പുൽച്ചാടി, അതിനിപ്പോൾ തവള കഴിക്കുന്നു. തവള അങ്ങ് ഇല്ലാണ്ടായാൽ എന്ത് ചെയ്യും? പുൽച്ചാടിയുടെ എണ്ണം കൂടും. അപ്പോഴേക്കും നമ്മുടെ നെല്ല് അല്ലെങ്കിൽ നമ്മളുടെ ഭക്ഷ്യയോഗ്യമായ മറ്റ് ഭക്ഷണങ്ങളെ ഇവർ കൂടുതലായിട്ട് നശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ എക്കോ സിസ്റ്റത്തിന് തന്നെ പ്രശ്നം ഉണ്ടാകും. ഇനി ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ. ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. പൊല്യൂഷൻ കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഇനി സോയിൽ ഇറോഷൻ, ഡീഫോറസ്റ്റേഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു? മരങ്ങൾ വെട്ടുന്നു. അപ്പോൾ എന്തുണ്ടാകും? മണ്ണൊലിപ്പ് ഉണ്ടാകും അല്ലേ. മണ്ണൊലിപ്പ് തടയാനുള്ളതാണ് എന്തെന്ന് പറയുന്നത്? മരങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടുണ്ട്. ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട്, പ്ലീസ് റീഡ് ഇറ്റ്. ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഫ്ലഡ്സ് പ്ലേ ഹാവോക്ക് വിത്ത് ലൈവ്സ് ഇൻ കേരള.
ഹാവോക് മീൻസ് നശിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം റെയിൻ സ്റ്റോംസ് ആൻഡ് ഫ്ലഡ്സ് ദിസ് പാസ്റ്റ് വീക്ക് ടുക്ക് എ toll of 200 lives so far, officials stated here on Monday. Giving a roundup of the havoc across districts, officials said several houses collapsed and hundreds of people have been rendered homeless. Roads were flooded in low-lying areas, leading to the suspension of road traffic. Rail services too remain suspended for 2 years. Telecommunication links were snapped at many places due also to the fall of trees. The lines are being restored, officials said. മക്കളെ, ഈ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട്? ഇത് എന്തിനെ പറ്റിയാണ് മക്കളിത് ജസ്റ്റ് കേട്ടോ. ദ റിപ്പോർട്ട് ഈസ് അബൌട്ട് സിവിയർ ഫ്ലഡ് ഇൻ കേരള. നമ്മളെ നാട്ടിലുണ്ടായ ഭയങ്കരമായ ഒരു പ്രളയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്നൊക്കെ നമുക്ക് പറയാം, അതിനെ പറ്റിയിട്ടാണ്. ഇറ്റ് ഹാസ് കോസ്റ്റ് 200 ഡെത്ത്സ്, ഡിസ്ട്രോയ്ഡ് ഹൗസസ് ആൻഡ് ലെഫ്റ്റ് മെനി ഹോംലെസ്. 200 മരണം ഉണ്ടായി, ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു, കുറേ പേര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇങ്ങനെയൊക്കെ ഉണ്ടായി. റോഡ്സ് ആൻഡ് റെയിൽ സർവീസസ് ആർ സസ്പെൻഡഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ആർ ഡൗൺ ഡ്യൂ ടു ഫോളൻ ട്രീസ്. ഇനിയുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ റോഡുകളും അതുപോലെ തന്നെ ട്രെയിൻ സർവീസും ഒക്കെ തടസ്സപ്പെട്ടു, അതുപോലെ കമ്മ്യൂണിക്കേഷൻ വാർത്താവിനിമയ സംവിധാനമൊക്കെ തടസ്സപ്പെട്ടു. മരങ്ങൾ വീഴുമ്പോഴത്തേക്കിനും ഈ വെളിച്ചവും വാർത്താവിനിമയ സംവിധാനവും ഒക്കെ നഷ്ടമായില്ലേ നമുക്ക്, അതൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. കളക്ട് എ ഫ്യൂ ന്യൂസ് ഹെഡ്ലൈൻസ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് പേസ്റ്റ് ദം ഇൻ യുവർ നോട്ട് ബുക്ക് ടു മേക്ക് എ കൊളാഷ് ഓഫ് യുവർ ഓൺ. COLLAGE കൊളാഷ് ആണ് കേട്ടോ. യു മേ ഇൻക്ലൂഡ് പിക്ചേഴ്സ് ഓൾസോ ടു മേക്ക് ഇറ്റ് മോർ കളർഫുൾ. ഇനി ഇതുപോലെ വന്ന വാർത്തകൾ, ഇപ്പോൾ തന്നെ ഒരുപാട് വാർത്തകൾ ഈ അടുത്ത് വന്നിട്ടുണ്ട് വയനാടിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലാണെങ്കിൽ നല്ലത് കളക്ട് ചെയ്ത് നിങ്ങൾ ഒട്ടിക്കുക. കുറച്ച് ഹെഡ്ലൈൻസ് വേണമെങ്കിൽ തരാം. കേരള ഫ്ലഡ്സ്, ഹെവി റെയിൻസ് കോസ് വൈഡ് സ്പ്രെഡ് ഡാമേജ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. കേരളാസ് കോസ്റ്റൽ ഇറോഷൻ ത്രട്ടൻസ് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്. പൊല്യൂഷൻ ക്രൈസിസ്, ടോക്സിക് വേസ്റ്റ് കണ്ടാമിനേറ്റ്സ് വാട്ടർ റിസോഴ്സസ് ഇൻ കേരള. അങ്ങനെ ഒത്തിരി ഉണ്ട്, എത്ര എണ്ണം വേണമെങ്കിലും തരാം കേട്ടോ. ഇനിയുള്ളത് ചാപ്റ്റർ നമുക്ക് നോക്കാം. We have seen that excess of water can result in a calamity. Scarcity of water can also be a problem. Now let us read a story. അപ്പോൾ നമ്മൾ കണ്ടു ജലത്തിൻ്റെ അളവ് കൂടുമ്പോൾ എന്തുണ്ടാകുന്നു, ഒരു ദുരന്തം ഉണ്ടാകുന്നു എന്ന് കണ്ടു. വാട്ടർ ഇല്ലാത്തത്, സ്കെയർസിറ്റി, അതിൻ്റെ കുറവും നമുക്കെന്താണ് പ്രശ്നങ്ങൾ തന്നെയാണ്. അതിനെ പറ്റിയിട്ട് നോക്കിയ മക്കളെ ഒരു സ്റ്റോറി. റെബേക്ക ദി ചേഞ്ച് മേക്കർ. അപ്പം ചേഞ്ച് മേക്കർ, മാറ്റം കൊണ്ടുവന്ന ആളാണ് ചേഞ്ച് മേക്കർ. അയാളുടെ പേരെന്താ ഇവിടെ? റെബേക്ക, ഒരു പെൺകുട്ടിയാണ്. ഇൻ ദ ലാൻഡ് ഓഫ് ദി മാസായ് ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ ദർ വാസ് എ ഗേൾ നെയ്മഡ് റെബേക്ക. എവിടെയാണ് മക്കളെ ഇത്? കെനിയ എന്ന് പറഞ്ഞ രാജ്യം. അവിടെ കെനിയയുടെ തലസ്ഥാനം എന്താണ്? നെയ്റോബി. ഇത് ചുമ്മാ പഠിച്ചോണം കേട്ടോ. അപ്പോൾ നെയ്റോബിയിൽ അല്ലെങ്കിൽ കെനിയയിൽ ആരുണ്ട്? റെബേക്ക എന്ന് പറയുന്ന കുട്ടിയുണ്ട്. ആ കുട്ടി ഹർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. അപ്പോൾ അവളുടെ ഫാമിലി എങ്ങനത്തെ ഫാമിലി ആയിരുന്നു? കൃഷിയായിരുന്നു, അതുപോലെ കന്നുകാലി വളർത്തലായിരുന്നു അവർക്ക്. അവർ കാറ്റിലിനെ വളർത്തി, ഷീപ്പ്, ഗോഡ്സ് ഇതൊക്കെയുണ്ട്. അതുപോലെ ഫാമിംഗ് ആയിരുന്നു. എന്തിന്? അവരുടെ മണ്ണിൽ അവർ കൃഷി ചെയ്തു ഫുഡിന് വേണ്ടി. ആഫ്റ്റർ സ്കൂൾ ടൈം റെബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദി ആനിമൽസ് ഓൺ ദ ഫാം. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞ് റെബേക്ക വീട്ടിൽ വരുമ്പോൾ അവളും എന്ത് ചെയ്യും? അവർ വീട്ടുകാരെ സഹായിക്കും. ആനിമൽസിനെയൊക്കെ നോക്കാനും പരിപാലിക്കാനും ഒക്കെ അവളും സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡിഡ് റെബേക്കാസ് ഫാമിലി ഡു ഫോർ എ ലിവിങ്? അപ്പോൾ റെബേക്കയുടെ ഫാമിലി എന്താണ് ജീവിതമാർഗം എന്താണ് അവരുടെ? നമ്മളിപ്പോൾ വായിച്ചല്ലോ, ഹർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. ഇതാണ് അവരുടെ ജോലി. On a very hot day, Rebecca found her mother crying. Our crops have been bad this year, she said. Now our goats and sheep might die. അപ്പം ഒരു ദിവസം റെബേക്കയുടെ അമ്മ ഭയങ്കര ചൂടുള്ള ഒരു ദിവസം റെബേക്കയുടെ അമ്മ ഇരുന്ന് കരയുന്നതാണ് റെബേക്ക കാണുന്നത്. എന്താ പറഞ്ഞത്? നമ്മളുടെ ക്രോപ്സ്, നമ്മളുടെ വിളവുകൾ നമ്മൾ കൃഷി ചെയ്യുന്ന കിട്ടുന്നില്ലേ, അപ്പോൾ നല്ല രീതിയിൽ കിട്ടാനായിരിക്കില്ലേ നമ്മൾ കൃഷി ചെയ്യുക. അപ്പോൾ വെള്ളം കൂടിയാലും വെള്ളം കുറഞ്ഞാലും ദോഷമാണ് മക്കളെ. ഒരുപാട് വെള്ളം ആകുമ്പോഴത്തേനും കൃഷി അഴുകി നശിച്ചു പോകും. അതുപോലെ തീരെ വെള്ളം കിട്ടാതായാൽ വെള്ളമില്ലാതെ നശിക്കും. ഇപ്പോൾ ഇവിടെ ഹോട്ട് ഡേ ആണെന്ന് പറഞ്ഞു അല്ലേ, ആ ചൂട് ദിവസം എന്താ പറയുന്നത് അമ്മ? നമ്മളുടെ ക്രോപ്സ് ഈ വർഷം ഭയങ്കര മോശമായിരിക്കും. അതുപോലെ നമ്മുടെ ഗോഡ്സും ഷീപ്പും ഒക്കെ എന്ത് ചെയ്യും? ചാകാറായി എന്ന് പറയും.
അപ്പോൾ ഈ ഗോഡ്സും ഷീപ്പും എന്താ, ചെമ്മരിയാടും ആടും രണ്ടും ഓർക്കണം. ഷീപ്പ് എന്ന് പറയുന്നത് ചെമ്മരിയാടാണ് കേട്ടോ. ലേറ്റർ അറ്റ് സ്കൂൾ റെബേക്ക ആസ്ക്ഡ് എ ടീച്ചർ വൈ ദെയർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. അപ്പം റെബേക്ക ടീച്ചറോട് ചോദിക്കുകയാണ് പിന്നീട് സ്കൂളിൽ, എന്താണ് ഈ വർഷം ഇത്രയും മഴ കുറയാൻ കാരണം? വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ സെഡ് ഹർ ടീച്ചർ. അപ്പോൾ എന്താ പറഞ്ഞത്, നമ്മൾക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് മഴ വളരെ കുറവാണ്. വെൻ വി ഹാവ് നോ റെയിൻ പ്ലാന്റ്സ് കനോട്ട് ഗ്രോ. എന്താണ്, മഴ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, പ്ലാന്റ്സ് വലുതാവില്ല. ഇഫ് ദെയർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക് അവർ ആനിമൽസ് വിൽ ഡൈ. എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ എന്ത് പറയുന്നു, നമ്മൾക്ക് വെള്ളം, നമ്മുടെ വിളകൾക്ക് മനസ്സിലായില്ല, ഓരോ കൃഷി ചെയ്യുന്ന വിളകൾ, ക്രോപ്സ്, അതിന് വെള്ളം കിട്ടിയില്ല, അതുപോലെ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല, നമ്മൾ ആനിമൽസിനും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ആനിമൽസൊക്കെ ചത്തുപോകും. എവ്രി വൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. കുറച്ച് നേരം എല്ലാവരും മിണ്ടാതിരുന്നു. ദേ വെർ വറീഡ് അബൌട്ട് ദെയർ ഫാമിലീസ്, ദെയർ ആനിമൽസ് ആൻഡ് ദെയർ കമ്മ്യൂണിറ്റി. അപ്പോൾ അവരെന്തോർത്ത് വിഷമിച്ചു, അവരുടെ ആനിമൽസിനെ പറ്റിയിട്ട്, ഫാമിലിയെ പറ്റി, അവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാമിലികൾ ചേരുന്നതാണ് കമ്മ്യൂണിറ്റി, അവരെയൊക്കെ ഓർത്ത് ഇവരെ വിഷമിച്ചു. അറ്റ് എ സ്കൂൾ ലൈബ്രറി റെബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി റെയിൻ. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, സ്കൂളിലെ ലൈബ്രറി ഉണ്ടല്ലോ അവിടെ പോയിട്ട് റെയിനിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ആ കുട്ടി എടുത്തു. വാട്ട് ഷീ ലേൺഡ് അലാൻഡ് ടു ഹർ. അവൾ ആ പഠിച്ചതൊക്കെ അവളെ ഉണർത്തുവാണ്. എന്താ ചെയ്തേ, ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. അവിടെ മാത്രമല്ല നമ്മുടെ ലോകം മുഴുവനും എന്താണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മഴയുടെ അളവ് കുറഞ്ഞു. ഷീ ലേൺഡ് എ ന്യൂ ടേം. അങ്ങനെ അവളൊരു പുതിയ ടേം പഠിച്ചു. എന്താണത്, ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. കാർസ്, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻസ് ആർ പൊല്യൂട്ടിംഗ് ദ എയർ. കാറും ബസ്സും എയ്റോപ്ലെയിനും ഒക്കെ നമ്മളുടെ എയർ, വായുവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, പൊല്യൂട്ടഡ് ആക്കുന്നു, മലിനമാക്കുന്നു, മലിനമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. മരങ്ങളൊക്കെ മുറിച്ച് എന്തുണ്ടാക്കുകയാണ്, ബിൽഡിങ്സ് ഉണ്ടാക്കുകയാണ്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി ബറീഡ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്, വേസ്റ്റ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, കൂന കൂട്ടി എവിടെ ഇടുന്നു, നമ്മുടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇടുന്നു. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാമിങ് നേച്ചർ. ഇതൊക്കെ നമ്മുടെ നേച്ചറിനെ എന്ത് ചെയ്യുകയാണ്, ഹാം ചെയ്യുകയാണ്, അവർക്ക് ദോഷമുണ്ടാക്കുകയാണ്. റെബേക്ക ഫെൽറ്റ് സാഡ്. റെബേക്കയ്ക്ക് എന്തായി, ഭയങ്കര വിഷമമായി ഇതൊക്കെ കേട്ടിട്ട്. വാട്ട് ക്യാൻ ഐ, ജസ്റ്റ് എ ഗേൾ, ഡു ടു ഹെൽപ്പ് ദ ഹോൾ വേൾഡ്. എനിക്ക് ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയായി എനിക്ക് ഈ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ഷീ വണ്ടേർഡ്. അവൾ എന്ത് ചെയ്തു, അത്ഭുതപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലേ. എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ വാസ് റെബേക്കാസ് മദർ സാഡ്. റെബേക്കയുടെ അമ്മ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്, എന്തിനായിരുന്നു? റെബേക്കാസ് മദർ വാസ് സാഡ് ബിക്കോസ് ദി ക്രോപ്സ് വെയർ ബാഡ്. ക്രോപ്സ് ബാഡ് ആയതുകൊണ്ടാണ് റെബേക്കയുടെ അമ്മ വിഷമിച്ചത്. അത് മാത്രമാണോ? ഷീ വാസ് അഫ്രൈഡ് ദെയർ ആനിമൽസ് മൈറ്റ് ഡൈ. ആനിമൽസ് ഒക്കെ ചത്തുപോകുമെന്ന് വിഷമിച്ചു. വെള്ളമില്ലാത്തത് കൊണ്ടും ആനിമൽസ് ചത്തുപോകും. പിന്നെ വേറെ എന്തുകൊണ്ട്, പുല്ല് നന്നായിട്ട് വളർന്നാലല്ലേ ഈ ഷീപ്പിനും ഗോട്ടിനും ഒക്കെ കൊടുക്കാനും പറ്റൂ, അതും ഓർക്കണം കേട്ടോ. ഇനി വാട്ട് ന്യൂ ഇൻഫർമേഷൻ ഡിഡ് റെബേക്ക ഗെറ്റ് ഫ്രം ദ ലൈബ്രറി. ലൈബ്രറിയിൽ നിന്ന് എന്ത് ന്യൂ ഇൻഫർമേഷനാണ് റെബേക്കയ്ക്ക് കിട്ടിയത്? റെബേക്ക ലേൺ ദാറ്റ് the world is getting hotter and there is less rain. എന്താണ്, നമ്മുടെ ഭൂമിയിൽ എന്താണ്, ചൂട് കൂടി വരികയാണ്, ലെസ് റെയിൻ ആണ് ഉള്ളത്. ഷീ ഫൗണ്ട് ഔട്ട് ദാറ്റ് പൊല്യൂഷൻ ആൻഡ് കട്ടിങ് ഡൗൺ ട്രീസ് ആർ ഹാമിങ് നേച്ചർ. അവർക്ക് എന്ത് മനസ്സിലായി, പൊല്യൂഷനും അതുപോലെ തന്നെ മരങ്ങൾ മുറിക്കുന്നതും ഒക്കെയാണ് ഇതിന് കാരണം. പിന്നെ വേറെ എന്തും കൂടി അവൾ പഠിച്ചു. ഷീ ലേൺഡ് എ ന്യൂ ടേം, ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു പുതിയ ടേമും കൂടി അവൾ അവിടെ പഠിച്ചു. എവിടെ നിന്നാ, ലൈബ്രറിയിൽ നിന്ന് പഠിച്ചു. അടുത്ത് നോക്കാം. റെബേക്ക ഡിസൈഡഡ് ടു ടോക്ക് ടു ഹർ ടീച്ചർ അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. അപ്പോൾ ടീച്ചറോട് പറയണം അവൾ എന്താണ് പഠിച്ചതെന്ന്. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഹർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. ടീച്ചർ പറഞ്ഞു എന്താണ്, ഇത് നമ്മുടെ എർത്തിന്, ഭൂമിക്ക് തന്നെ ഒരു വലിയ പ്രോബ്ലമാണ് എന്ന് പറഞ്ഞു. ഹർ ടീച്ചർ എക്സ്പ്ലെയിൻ, ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്, ലൈക്ക് പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നേച്ചർ സ്ട്രോങ്ങർ. അപ്പോൾ ടീച്ചർ എന്തും പറഞ്ഞു, പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും, മരങ്ങളൊക്കെ നടാം. അപ്പം നമ്മുടെ എർത്ത് കുറച്ചും കൂടി എന്താവും, നേച്ചർ എന്താവും, കുറച്ചും കൂടി സ്ട്രോങ് ആവും. മരങ്ങളല്ലേ നേച്ചറിൻ്റെ വലിയൊരു ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നേച്ചറിൽ മരങ്ങളില്ലെങ്കിൽ എന്തെങ്കിലും നടക്കും മക്കളെ? ഇല്ല. As Rebecca walked home, it was very hot and she stopped to drink from her water bottle.
അപ്പോൾ അവൾ നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കരമായ ചൂട്, വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് അവൾ നിന്നു. ഷീ കുഡിൻറ്റ് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ ആൻഡ് ഹൗ ഇറ്റ് വാസ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. പക്ഷെ അവൾക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്ത്? ആ ലാക്ക് ഓഫ് റെയിനിനെ പറ്റി, മഴ കുറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ അവൾക്ക് പറ്റിയില്ല. എന്തുകൊണ്ട് എന്നറിയാം, പക്ഷെ എന്നാലും അത് കുറയുന്നതിനെ പറ്റി അവളിങ്ങനെ ഓർത്തുകൊണ്ടേയിരുന്നു. ഹൗ ഇറ്റ് വാസ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, നമ്മുടെ എൻവയോൺമെൻറ്റിനെ മഴ കുറയുന്നത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും അവൾ ചിന്തിച്ചു. ഷീ വോണ്ടഡ് ടു ഹെൽപ്പ് ഹർ കമ്മ്യൂണിറ്റി, അവൾക്ക് അവളുടെ കമ്മ്യൂണിറ്റിയെ, അവളുടെ സമൂഹത്തെ സഹായിക്കണമെന്ന് തോന്നി. ദെൻ ഷീ ഗെറ്റ്സ് എൻ ഐഡിയ, അങ്ങനെ അവൾക്കൊരു ഐഡിയ കിട്ടി. ഐ ഹാവ് ലേൺഡ് സോ മച്ച് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഒരുപാട് പഠിച്ചു. ഷീ തോട്ട് ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവ്രി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. അപ്പോൾ എല്ലാവർക്കും, ഇപ്പം എനിക്ക് മാത്രമേ അതറിയൂ അല്ലേ കുറച്ച് പേർക്ക്, എല്ലാവർക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി അറിയാൻ സാധിച്ചാൽ ചിലപ്പോൾ എന്തുണ്ടാകാം, എല്ലാവരെയും ഇതൊന്ന് അറിയിച്ചാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിന് എന്തെങ്കിലും ഒരു പോംവഴി കിട്ടുമായിരിക്കാം. ദെൻ ടുഗെദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. പിന്നീട് നമ്മൾക്ക് എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ, ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുമിച്ചൊരു സൊല്യൂഷൻ എടുക്കാം എന്ന് വിചാരിച്ചു. The next day, Rebecca requested her teacher to give a lesson about the changing weather and the damage humans were doing to nature. പിറ്റേ ദിവസം അവൾ എന്ത് പറഞ്ഞു ടീച്ചറോട്? ഇതിനെ പറ്റിയിട്ട് ടീച്ചർ ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കണം, ഈ വെതർ ഇങ്ങനെ മാറുന്നു എന്നതിനെ പറ്റിയൊരു ക്ലാസ് എടുക്കണം. പിന്നെ നമ്മൾ ഹ്യൂമൻ എന്തൊക്കെ ദോഷങ്ങളാണ് നേച്ചറിന് ചെയ്യുന്നതെന്നും ടീച്ചർ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡീറ്റെയിൽഡ് സെഷൻ ആസ് റിക്വസ്റ്റഡ്. അപ്പോൾ കുട്ടിയുടെ റിക്വസ്റ്റ് കേട്ട ടീച്ചർ സന്തോഷത്തോടെ അങ്ങനെ ഒരു ക്ലാസ് എടുത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദി ക്ലാസ് റെബേക്ക സ്റ്റുഡ് അപ്പ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ റെബേക്ക എഴുന്നേറ്റ് നിന്ന് എന്ത് പറഞ്ഞു? ഷീ ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹർ ക്ലാസ് ടു ഗോ ഹോം. എന്നിട്ട് അവൾ എന്താ ക്ലാസ്സിലുള്ളവരോട് പറയുന്നത്? നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ടീച്ച് ദെയർ പാരൻസ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. നിങ്ങൾ എന്താണോ ഇപ്പോൾ പഠിച്ചത്, എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്, അതിന് സൊല്യൂഷൻ എന്താണ്, അതുകൊണ്ട് പ്രോബ്ലം എന്തൊക്കെ ഉണ്ടാകും, എല്ലാം പഠിച്ചില്ലേ, നിങ്ങളുടെ പാരൻസിന് പറഞ്ഞു കൊടുക്കണം. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് എവ്രി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് വെയർ ബ്രിങ്ങിങ് ഹാം ടു നേച്ചർ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി, മനുഷ്യൻ എന്തൊക്കെ ദോഷമാണ് ഭൂമിക്ക് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡിഡ് റെബേക്ക ആസ്ക് എവ്രി വൺ ഇൻ ഹർ ക്ലാസ് ടു ഡു? എന്താണ് റെബേക്ക എല്ലാവരോടും ചെയ്യാനായിട്ട് പറഞ്ഞത്? നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളോട് എന്ത് പറഞ്ഞു റെബേക്ക? Rebecca asked everyone in her class to go to home and teach their parents about climate change and how humans were harming nature. എന്താണ്? വീട്ടിൽ പോയിട്ട് പേരൻസിനോട് എന്ത് പറയണം? ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയണം. പിന്നെ നമ്മൾ മനുഷ്യന്മാർ എന്തൊക്കെ ദോഷമാണ് ഈ ഭൂമിയോട് ചെയ്യുന്നത് എന്ന് പറയണം. ഇത്രയുമാണ് പറഞ്ഞത് അല്ലേ? ഇനി അടുത്ത നോക്കിയേ നിങ്ങൾ. One day, the elders in her village held a meeting to talk with Rebecca about what could be done to help nature. ഒരു ദിവസം എൽഡേഴ്സ്, വില്ലേജിലെ മുതിർന്നവരുണ്ടല്ലോ, അവരൊക്കെ ഒരു മീറ്റിംഗ് വെച്ചു. റബേക്കയുമായി സംസാരിക്കാം, എന്തൊക്കെ നമുക്ക് ചെയ്യാം നമ്മുടെ നേച്ചറിനെ ഹെൽപ്പ് ചെയ്യാനെന്ന്. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. അവർ ഫേസ് ചെയ്ത പ്രോബ്ലം ഭയങ്കര വലുതായിരുന്നു. ലെറ്റ് us write a letter to the president of Kenya. വൺ ഓഫ് ദ എൽഡേഴ്സ് സെഡ്. ഒരാൾ എന്ത് പറഞ്ഞു? നമ്മൾക്ക് പ്രസിഡൻ്റ് ഉണ്ടല്ലോ കെനിയയിൽ, അവരെ രാജ്യമല്ലേ കെനിയ, പ്രസിഡൻറ്റിന് ഒരു ലെറ്റർ എഴുതാം. ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലീവ് വിത്തൗട്ട് റെയിൻ. അദ്ദേഹം അറിയണം മഴയില്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കണം. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെൻറ്റ് ലോസ് ടു സ്റ്റോപ്പ് ഹാമിങ് നേച്ചർ. എങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രകൃതിയെ ഉപദ്രവിക്കുന്ന ഈ പ്രവൃത്തികളൊക്കെ നിർത്താൻ അദ്ദേഹം എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിയമം കൊണ്ടുവരില്ലേ അതിനെതിരായിട്ട്, ഇനി ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നമ്മളെ ഭരിക്കുന്നവർ കൊണ്ടുവരില്ലേ? അങ്ങനെ ഇവിടെ അദ്ദേഹവും എന്ത് ചെയ്യും? നിയമം കൊണ്ടുവരും. റെബേക്ക ടുക്ക് ദ ലെറ്റർ ആൻഡ് ഷെയർഡ് ഇറ്റ് വിത്ത് ഹർ ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ലെറ്റർ എഴുതി അവൾ അത് എവിടെ പോയി? ക്ലാസ്സിൽ കുട്ടികളെടുത്ത് കൊണ്ടുപോയി. ദേ ആസ്ക്ഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ് ടു സൈൻ ദെയർ നെയിംസ് അറ്റ് ദ ബോട്ടം ടു ഷോ ദെയർ സപ്പോർട്ട്. ഒരാൾ മാത്രം എഴുതിയാൽ മതിയോ? എഴുതുന്നത് ഒരാൾ മതി. എന്നിട്ട് കിട്ടാവുന്ന അത്രയും ആളുകളുടെ പേരും ഒപ്പും സംഘടിപ്പിച്ച് അയച്ചാൽ അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു പരാതിയാണെന്ന് മനസ്സിലാവില്ലേ? അപ്പോൾ ഒരുപാട് പേരുടെ, ഈ കുട്ടികളെല്ലാവരും എടുത്ത് എന്ത് പറഞ്ഞു? നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് ഒപ്പിട്ട് കൊണ്ടുവരണം എന്ന് പറയും.
ഇൻ നെയ്റോബി ദ പ്രസിഡന്റ് റീഡ് ദ ലെറ്റർ ഫ്രം ദി മാസായ് കമ്മ്യൂണിറ്റി. അപ്പോൾ കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ ഈ പ്രസിഡന്റ് ഇരിക്കുന്നത് അവിടെയാണ്. അദ്ദേഹം ഈ ലെറ്റർ വായിച്ചു, മാസായ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അയച്ച ലെറ്റർ വായിച്ചു. ഹി റിസീവ്ഡ് മെനി അതർ ലെറ്റേഴ്സ് ഫ്രം അതർ പാർട്സ് ഓഫ് ദ കൺട്രി ടു. രാജ്യത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ ലെറ്റേഴ്സ് വന്നു. ഈ പ്രശ്നം ഒരാൾക്ക് മാത്രമുള്ളതാണോ മക്കളെ? ഒരുപാട് പേർക്കില്ലേ? അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി കത്തയച്ചു. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്ട് നേച്ചർ ഹി തോട്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ കെനിയയെ രക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അദ്ദേഹത്തിൻ്റെ കൺട്രിമെന്നിനോട് എന്ത് പറഞ്ഞു? ആ വീടിന് ചുറ്റുമൊക്കെ മരങ്ങൾ നടണമെന്ന് പറഞ്ഞു. ഇൻ ദ മാസായ് കമ്മ്യൂണിറ്റി എവരി വൺ അഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളോടും എന്ത് പറഞ്ഞു? നിങ്ങളുടെ വീടിന് ചുറ്റും മരങ്ങൾ നടുക എന്ന് പറഞ്ഞു. അങ്ങനെ മാസായ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും എന്ത് ചെയ്തു? മരങ്ങൾ വീടിന് ചുറ്റും നടാനായിട്ട് സമ്മതിച്ചു. റെബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗെദർ ആൻഡ് പ്ലാന്റഡ് എ സീഡ്ലിംഗ്. റെബേക്കയും അമ്മയും കൂടി എന്ത് ചെയ്തു? ഒരു കുഴിയൊക്കെ എടുത്ത് ചെടി നടാനായിട്ട് അവരും തുടങ്ങി. അടുത്തത് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ദ എൽഡേഴ്സ് ഓഫ് ദ മാസായ് കമ്മ്യൂണിറ്റി റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ? കെനിയയിലെ പ്രസിഡന്റിന് എന്തിനാണ് അവർ ലെറ്റർ അയച്ചത്? എന്തിനായിരുന്നു? ദ എൽഡേഴ്സ് റോട്ട് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഒരു സഹായത്തിനാണ് ലെറ്റർ അയച്ചത്. ദേ വോണ്ടഡ് ഹിം ടു മേക്ക് ലോസ് ടു പ്രൊട്ടക്ട് നേച്ചർ ആൻഡ് എൻഷുർ ദെയർ വാസ് എനഫ് റെയിൻ. എന്തിനാണ്? നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിന് എന്ത് വേണം? നിയമങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് എന്തും ഉറപ്പുവരുത്തണം? ആവശ്യത്തിന് മഴ കിട്ടുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം. ഇതൊക്കെ പറഞ്ഞാണ് ലെറ്റർ അയച്ചത്. വാട്ട് ഇൻസ്ട്രക്ഷൻസ് ഡിഡ് ദ പ്രസിഡന്റ് ഗീവ് ഹിസ് കൺട്രിമെൻ ടു സേവ് നേച്ചർ? എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് അറിയിച്ചത്? എന്തിന്? നേച്ചറിനെ സംരക്ഷിക്കാനായിട്ട്. ദ പ്രസിഡന്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമെൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. എന്താണ്? അവരുടെ വീടിന് ചുറ്റും മരങ്ങൾ നടണം എന്നാണ് പറഞ്ഞത്. അടുത്തത്, അറ്റ് റെബേക്ക സ്കൂൾ ദ പ്രിൻസിപ്പൽ ഹെൽഡ് ആൻ അസംബ്ലി ടു അഡ്രസ് ദ സ്റ്റുഡൻസ്. അപ്പം റെബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ എന്ത് ചെയ്തു? ഒരു അസംബ്ലിയൊക്കെ വെച്ചു, കുട്ടികളെയൊക്കെ അഡ്രസ്സ് ചെയ്തു. എന്താണ്? കുട്ടികളെല്ലാം അസംബ്ലി ചെയ്തിട്ട് പ്രിൻസിപ്പൽ നമ്മളെ നോക്കി സംസാരിക്കില്ലേ? അങ്ങനെ. ഹി ആസ്ക്ഡ് റെബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. റെബേക്കയോട് വന്ന് അടുത്ത് നിൽക്കാൻ പറഞ്ഞു. പ്രൊട്ടക്ടിങ് ദ എൻവയോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവരി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ്. എല്ലാവരും അത് ചെയ്യേണ്ടുന്നതുമാണ്. എല്ലാവരും നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടതാണ്. ദ പ്രിൻസിപ്പൽ പറഞ്ഞു. ബട്ട് വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക ഫോർ ഹെൽപ്പിംഗ് us ലേൺ ആൻഡ് മേക്ക് എ ചേഞ്ച്. റെബേക്ക കാരണമല്ലേ ഇതൊക്കെ ഇവർക്ക് തോന്നിയത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ റെബേക്കയ്ക്ക് നന്ദി പറയണം. എന്തിന്? നമ്മളെ സഹായിച്ചതിന്. ഇങ്ങനെ ചിന്തിക്കാനും ഇതൊക്കെ പഠിക്കാനും ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കാനും ഒക്കെ ആരെ കാരണക്കാരി? റെബേക്കയാണ്. അപ്പോൾ അവളോട് നന്ദി പറയണം. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ആർ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ സഹായിച്ചാൽ എത്ര മനോഹരമായിരിക്കും നമ്മളുടെ നാട്. ഹി ആഡഡ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. റെബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. ഷീ വോണ്ടഡ് വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നേച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അപ്പോൾ അവളും ഭയങ്കര സന്തോഷത്തിലായി. എന്നിട്ട് അവളും അവളുടെ ഫ്രണ്ട്സും ഒക്കെ ചിന്തിക്കുന്നു, ഇനി നമ്മുടെ നേച്ചറിനെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ എന്തു ചെയ്യാം എന്ന് ചിന്തിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. വി വുഡ് ലൈക്ക് ടു താങ്ക് റെബേക്ക സെഡ് ദി പ്രിൻസിപ്പൾ. വൈ? അപ്പോൾ പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞു? നമ്മൾക്ക് ആരോട് നന്ദി പറയണം? റെബേക്കയോട് നന്ദി പറയണം. എന്തിനാണ്? ദ പ്രിൻസിപ്പൾ താങ്ക്ഡ് റെബേക്ക ഫോർ ടീച്ചിങ് എവ്രി വൺ അബൌട്ട് പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽപ്പിംഗ് ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയെ സഹായിക്കാനും ഈ ഒരു നേച്ചറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ സഹായിച്ചത് ആര് കാരണമാണ്? നമ്മുടെ റെബേക്ക കാരണമാണ്. അതുകൊണ്ടാണ് നന്ദി പറഞ്ഞത്. ഇനി റെബേക്ക ഫൗണ്ട് ഔട്ട് സെവറൽ റീസൺസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ആർ ദേ? റെബേക്ക ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിച്ചില്ലേ എന്തിന്? ക്ലൈമറ്റ് ചേഞ്ചിന്. എന്തൊക്കെ ആയിരുന്നു? റെബേക്ക ലേൺഡ് ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് കോസ്ഡ് ബൈ പൊല്യൂഷൻ, കട്ടിംഗ് ഡൗൺ ട്രീസ് ആൻഡ് അതർ ഹാംഫുൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. റെബേക്ക കണ്ടുപിടിച്ചിരുന്നു എന്താണ്? പൊല്യൂഷനും മരം മുറിപ്പും മറ്റ് മനുഷ്യൻ്റെ ദോഷപ്രവൃത്തികളും കൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായത് എന്ന് റെബേക്ക കണ്ടുപിടിച്ചു.
ഇനി ക്വസ്റ്റ്യൻ എന്താണ്? സജസ്റ്റ് 2 ആക്ടിവിറ്റീസ് ടു പ്രൊട്ടക്ട് നേച്ചർ. നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും 2 ആക്ടിവിറ്റി പറയുക. ഒന്നെന്താണ്? പ്ലാന്റ് ട്രീസ്, മരങ്ങൾ നടുക. ഇനി എന്താണ്? റിഡ്യൂസ് വേസ്റ്റ്, വേസ്റ്റ് കുറയ്ക്കുക. നമ്മൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്ത് കൊടുക്കുക. പ്ലാസ്റ്റിക് ഒക്കെ വലിച്ച് വാരി എറിയരുത്. അത് സൂക്ഷിച്ച് വെച്ചിട്ട് ഇപ്പോൾ വീട്ടുകളിൽ വന്ന് കളക്ട് ചെയ്യില്ലേ, അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുക. പ്ലാസ്റ്റിക് കത്തിക്കരുത്. അങ്ങനെ നമ്മുടെ വേസ്റ്റ് തന്നെ തരംതിരിച്ച് വെച്ചാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട്, പ്രകൃതിയിൽ അഴുകിച്ചേരുന്നതുണ്ട്, അങ്ങനെയുള്ളത് മാറ്റിയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. മക്കളെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റീസ് ഉണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ആക്ടിവിറ്റീസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് പഠിക്കുക, മിടുക്കരായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.